ശിവാലയ യാത്രയ്ക്ക് പോയ അവരെ കാണുന്നില്ലല്ലോ വസുമതി. മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നെങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും? ശിവാലയ യാത്രയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ദുർഘടം പിടിച്ച വഴികളിലൂടെ ഏറെ ദൂരം നീളുന്ന യാത്ര. അത്രയും ദൂരം മടങ്ങി വരാനുമില്ലേ? എന്ന് മടങ്ങി വരുമെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാനാവില്ലമ്മേ. പിന്നെ അവർ 2 ദിനം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന എന്റെ പ്രാർത്ഥന. അതെന്താ അങ്ങനെ? ആ 2 ദിനം കൂടി അമ്മയ്ക്ക് എന്തെങ്കിലും പാകമാക്കി വിളമ്പി തരാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാകുമല്ലോ. അടുക്കളയിൽ പണിയുണ്ടാകും, ഞാനും കൂടി സഹായിക്കാം. വേണ്ട വള്ളിയമ്മേ, വള്ളിയമ്മ ഇവിടെ ഇരുന്നാ മതി. ഒരാൾക്ക് ചെയ്യാനുള്ള പണിയേ ഈ വീട്ടിലുള്ളൂ. മാത്രമല്ല, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോഴും നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഇവിടുത്തെ പണികളെല്ലാം ചെയ്തത്. അതിന്റെ പകരമാണെന്ന് കൂട്ടിക്കോ. മാറി മോളെ. മീനാക്ഷി, വസുമതി. മീനാക്ഷി, അമ്മേ. മുത്തശ്ശി, മുത്തശ്ശിക്ക് സൗഖ്യമായോ? ആയി മോളെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഫലമുണ്ടായി. തൃക്കടയൂരപ്പ, ശ്രീമുരുക, എന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും അസുഖം മാറ്റിയതിന് 1 കോടി നന്ദിയുണ്ട് ഭഗവാനെ. ഭഗവാനെ. ആ, നിങ്ങൾക്കൊരു അത്ഭുതം കേൾക്കണ്ടേ? ഇന്നലെ രാത്രി ഒരു ബാലകൻ ദാഹജലം ചോദിച്ച് ഇവിടെ വന്നിരുന്നു. എഴുന്നേൽക്കാനാകാത്ത ഞാൻ എങ്ങനെ ദാഹജലം കൊടുക്കാൻ? അമ്മയ്ക്ക് എഴുന്നേൽക്കാം, നടക്കാം, പുറത്തേക്ക് ദാഹജലം കൊണ്ടുവരാം എന്നൊക്കെ ആ ബാലകൻ ഉറപ്പ് പറഞ്ഞപ്പോ എനിക്ക് തനിയെ എഴുന്നേൽക്കാവുന്ന അവസ്ഥയുണ്ടായി. അതേ മോളെ, ആ ബാലകൻ പഴനിയിൽ നിന്നും കൊണ്ടുവന്ന പഞ്ചാമൃതം കഴിച്ചപ്പോഴാണ് എനിക്കും ചുറുചുറുക്കോടെ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചത്. ഇന്നലെ രാത്രി ഈ കുടിലിൽ കിടന്നുറങ്ങിയ ആ ബാലകനെ ഇന്ന് നേരം പുലർന്നപ്പോ കാണാനേയില്ല. അല്ല, നിങ്ങളോടൊപ്പം വന്ന കനിമൊഴി എവിടെ? കനിമൊഴി നിങ്ങളോടൊപ്പം അല്ലേ ശിവാലയ യാത്രയ്ക്ക് വന്നത്? എന്താ സംഭവിച്ചെന്നൊന്നു പറ. എന്താ സംഭവിച്ചത്? പൊങ്കുടി, നിനക്ക് നാവില്ലേ? ചേച്ചി തന്നെ പറഞ്ഞാ മതി. അമ്മ എപ്പോഴായിരുന്നാലും സത്യം അറിയണമല്ലോ. അമ്മേ, എല്ലാം സഹിക്കാനുള്ള കരുത്ത് എപ്പോഴും അമ്മയ്ക്കുണ്ടാവണം. കനിമൊഴി ഞങ്ങളോടൊപ്പം ശിവാലയ യാത്രയ്ക്ക് വന്നില്ല. കനിമൊഴി ശിവാലയ യാത്രയ്ക്ക് വന്നില്ലെന്നോ? എത്രയോ ദിവസം മുമ്പേ ഭാണ്ഡവും തൂക്കി ശിവാലയ യാത്രയ്ക്ക് ഇറങ്ങിയവൾ മറ്റെങ്ങോട്ടാ പോയത്? അവൾക്ക് എന്താ സംഭവിച്ചത്? കനിമൊഴി മഹാരാജന്റെ കൽത്തുറങ്കിലാണ്. കൽത്തുറങ്കിലോ?
എന്റെ കുട്ടിയെ കൽത്തുറുങ്കിൽ എന്തിനാ അടച്ചത്? അവൾ എന്തു കുറ്റമാ ചെയ്തത്? പറയ്, എന്താണ് എന്റെ കുട്ടിക്ക് സംഭവിച്ചത്? മഹാരാജൻ തൃക്കടയൂർ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്ത രത്നഹാരം കാണാതെ രാജഭടന്മാർ കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ നിന്നും ആ രത്നഹാരം കണ്ടെടുത്തു. ഇല്ല ഇല്ല, എന്റെ കുട്ടി മോഷ്ടിക്കില്ല. പട്ടിണി മൂലം ചാകാൻ കിടന്നാൽ പോലും എന്റെ കുട്ടി മോഷ്ടിക്കില്ല. മോഷ്ടിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. നിരപരാധിയായ എന്റെ കുട്ടിയെ വിട്ടു തന്നില്ലെങ്കിൽ രാജാവിന്റെ മുമ്പിൽ ഞാൻ തല തല്ലി ചത്തിരിക്കും. ശിവാലയ യാത്ര കഴിഞ്ഞു വരുമ്പോഴാ ഞങ്ങൾ വിവരം അറിഞ്ഞത്. ഞങ്ങൾ ഉടനെ കൊട്ടാരത്തിൽ പോയി രാജാവിന്റെ മുഖം കാണിച്ചിട്ടാ വരുന്നത്. എന്നിട്ട് എന്തായിരുന്നു രാജാവിന്റെ പ്രതികരണം? കനിമൊഴിയുടെ ശത്രുക്കളായ ഭൈരവിയും കരികാലനും ചേർന്നാണ് ഈ ചതി ഒരുക്കിയതെന്ന് ഞാൻ രാജസംശം ബോധിപ്പിച്ചു. അധികം വൈകാതെ തൃക്കടയൂർ ക്ഷേത്രത്തിൽ സത്യം തെളിയിക്കൽ ചടങ്ങ് നടത്താമെന്ന് രാജാവ് സമ്മതിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഭൈരവിയും പങ്കെടുക്കണമെന്ന് രാജകൽപ്പന ഉണ്ടാവുമേ. അന്ന് സത്യം തെളിഞ്ഞിരിക്കും. അതുവരെ ക്ഷമിക്കണം. അമ്മ സഹിക്കണം. നുണപരിശോധന ചടങ്ങിൽ ഭൈരവിയുടെ കൈ പൊള്ളിയെടുത്ത് സത്യം വെളിപ്പെട്ടിരിക്കും. കനിമൊഴിയുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കും. നമ്മളെ രക്ഷിച്ച ദൈവം കനിമൊഴിക്കും തുണയാവും. അമ്മ സമാധാനിക്ക്. സമാധാനിക്കാനോ? നിരപരാധിയായ എന്റെ കുഞ്ഞ് കൽത്തുറങ്കിൽ കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോ ഞാൻ സമാധാനിക്കാനോ? തൃക്കടയൂരപ്പ, ഭഗവാനെ, എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ദൈവമേ, എന്റെ മോള്. ഇവിടെ ആരുല്ലേ? ആരാണ് ഭൈരവി? ഞാൻ തന്നെ. നാളെ 10 നാഴിക പുലരുമ്പോൾ നിങ്ങൾ തൃക്കടയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് രാജകൽപ്പനയുണ്ട്. എന്തിനാണ്? രത്നഹാരം കളവ് പോയത് സംബന്ധിച്ച് ഒരു സത്യം ചെയ്യൽ ചടങ്ങുണ്ട്. ചടങ്ങിൽ ഭൈരവിയും പങ്കെടുക്കണം. രാജകൽപ്പനയാണ്. സത്യം ചെയ്യിക്കൽ ചടങ്ങോ? പൊല്ലാപ്പാകോ? അയ്യോ, ഞാനെങ്ങും പോകുന്നില്ല. ഞാൻ എവിടെയും പോണ്ട കാര്യമില്ല. ഭൈരവി, രാജകൽപ്പനയാണ്. അനുസരിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് ഓർക്കണം. എന്തായാലും ചടങ്ങിൽ പങ്കെടുത്തേ മതിയാവൂ. രത്നഹാരം വച്ച് സൂക്ഷിക്കുന്ന മേലധികാരി കരികാലനെ രാജാവ് ന്യായമായും സംശയിക്കാം. ആ സംഭവത്തിൽ എനിക്കും കൈയുണ്ടെന്ന് രാജാവ് എങ്ങനെ സംശയിക്കാൻ? ഞാനും കനിമൊഴിയായിട്ടുള്ള ശത്രുതയൊന്നും രാജാവിന് അറിയില്ലല്ലോ. ഭൈരവി, ഞാനൊരു വിവരം അറിഞ്ഞു. ശിവാലയ ദർശനം കഴിഞ്ഞു വന്ന മീനാക്ഷിയും പൂങ്കൊടിയും കൊട്ടാരത്തിൽ പോയി രാജാവിനെ മുഖം കാണിക്കുകയുണ്ടായി. എന്റെ പരിചയക്കാരനായ കൊട്ടാരത്തിലെ കുതിരക്കാരനാണ് എന്നോട് പറഞ്ഞത്.
നീയും കരികാലനമ്മാമയും തമ്മിലുള്ള ബന്ധം, നീയും കനിമൊഴിയും തമ്മിലുള്ള ബന്ധവും ശത്രുതയും ഒക്കെ ആ നശിച്ച മീനാക്ഷി മഹാരാജാവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. രത്നഹാരം കനിയുടെ ഭാണ്ഡത്തിനുള്ളിൽ വന്നതിന്റെ പിന്നിൽ നീയും കരികാലനമ്മാമയുമാണെന്ന് അവൾ സമർത്ഥിച്ചതുകൊണ്ടാ രാജാവ് നിന്നെ സത്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. നാശം! ആ ശാപജന്മമായ മീനാക്ഷിയുടെ തലയിൽ ഇടുത്തേയും വീഴുന്നില്ലല്ലോ. ഭൈരവി, ഒരു സത്യം തുറന്നു പറയുമ്പോ നീ എന്നെ ചാടിക്കടിക്കാൻ വരരുത്. കനിമൊഴിയെ കള്ളിയാക്കി കാരാഗൃഹത്തിൽ അടപ്പിച്ചത് നല്ല കാര്യം, ഞാനും അതിനോട് യോജിക്കുന്നു. പക്ഷേ മഹത്തായ യാത്രയാണ് ശിവാലയ യാത്ര. അത് മുടക്കിയിട്ട് കനിയെ കളിയാക്കിയത് ഭഗവാൻ അത്ര രുചിച്ചിട്ടില്ല. അതുകൊണ്ടാ ഒരു സത്യം തെളിയിക്കൽ ചടങ്ങിന് നിനക്ക് പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. നിൽക്ക്! ഞാനൊരു ആപത്തിൽപ്പെടാൻ പോകുമ്പോ രക്ഷിക്കാനുള്ള വഴി നോക്കാതെ എങ്ങോട്ടാ എടുത്തു പിടിച്ചോണ്ട് ഓടുന്നത്? രാജകൽപ്പനയിൽ നിന്ന് നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കാൻ? കത്തിക്കാളുന്ന കർപ്പൂര ദീപത്തിന് മുകളിൽ കൈ ഉയർത്തിപ്പിടിച്ച് കള്ളസത്യം ചെയ്യുമ്പോ നിന്റെ കൈ പൊള്ളാതിരിക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയും എനിക്ക് വശമില്ല ഭൈരവി. ആ ഭൈരവി, ഭൈരവി! അമ്മാമ്മയോ? ഇരിക്കമ്മാമ്മേ. ഇരിക്കാം. എന്തിനാ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എന്നെ തേടി രാജഭടന്മാർ വന്നിരുന്നു. നാളെ 10 നാഴിക പുലരുമ്പോ ഞാൻ രാജസമക്ഷം എത്തണം അത്രേ. നാം അറിഞ്ഞു. മീനാക്ഷി, അവളാണ് രാജാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. രത്നഹാരം നിന്നെ ഏൽപ്പിച്ച നാമാണെന്നോ അത് കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ വെച്ച് നീയാണെന്നോ പറഞ്ഞു പോരുത്. ഒരിക്കലും കുറ്റം സമ്മതിക്കരുത്. ഞാൻ കുറ്റം സമ്മതിക്കില്ല. പക്ഷേ ക്ഷേത്രത്തിൽ സത്യം തെളിയിക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. സത്യം തെളിയിക്കുന്ന ചടങ്ങോ? നാം ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അങ്ങനൊരു ചടങ്ങ് അവിടെ നടന്നിട്ടില്ലല്ലോ. എന്താ അത്? ആളിക്കത്തുന്ന കർപ്പൂര ദീപത്തിനു മേൽ കൈ വെച്ച് സത്യം ചെയ്യണം. പറയുന്നത് സത്യമാണെങ്കിൽ കൈ പൊള്ളില്ല, അസത്യമാണെങ്കിൽ കൈ പൊള്ളിയിരിക്കും. ഓ, നീ ഇങ്ങനെ ഒരു ജന്തുവായി പോയല്ലോ. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. ആളിക്കത്തുന്ന കർപ്പൂര ദീപത്തിന് മേലെ ആര് കൈവച്ചാലും ഉറപ്പായും പൊള്ളിയിരിക്കും. അത് സ്വാഭാവികം മാത്രം. ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു സത്യം തെളിയിക്കൽ വിജയിക്കാൻ പോകുന്നില്ല. ദേ, നിന്റെ ശത്രുവിനെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ വേണ്ടി നാം ഒരു ഉപകാരം ചെയ്തതാ. അത് നമുക്ക് ഉപദ്രവമാക്കി മാറ്റരുത്. നീ സത്യം പറഞ്ഞാൽ നമ്മുടെ മേലധികാരി സ്ഥാനം തെറിച്ചിരിക്കും. നമ്മൾ ഇരുവരും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കുറ്റം സമ്മതിക്കരുത്. സമ്മതിക്കൂ? വജ്രത്തിലും കഠിനമായ നിന്റെ മനസ്സുറപ്പൊക്കെ എവിടെ പോയി ഭൈരവി? മനസ്സിനെ ശരിക്കും നിയന്ത്രിച്ച് തന്റെ ഇടത്തോടു കൂടി വേണം ക്ഷേത്രത്തിലെത്താൻ. നമ്മുടെ ഭാവി നിന്റെ നാവിൻ തുമ്പിലാ. നാളെ നേരം പുലരുമ്പോ നമ്മുടെ ചരിത്രം മറ്റൊന്നാവരുത്.
ദേവ, ഭഗവാനെ, മുക്കണ്ണ, കൈലാസനാഥ, കനിമൊഴി ചേച്ചി കൽത്തുടുങ്കിൽ നിന്നും മോചിതയാവണേ. രത്നഹാരം മോഷ്ടിച്ചിട്ടില്ലെന്ന് പരസ്യമായി തെളിയണേ ദേവ. എന്റെ ചേച്ചിയെ കൊടിയ അപമാനത്തിൽ നിന്നും രക്ഷിക്കണേ ഭഗവാനെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അമ്മേ, എന്താ ഇങ്ങനെ തുറച്ചു നോട്ടോ ആലോചനയൊക്കെ ആയിട്ടിരിക്കുന്നത്? നമ്മൾ കനിമൊഴി കാണാനായിട്ടല്ലേ പോകുന്നത്? എന്റെ കുഞ്ഞ് പ്രാതൽ കഴിച്ചു കാണുമോ മീനാക്ഷി? അതോ അവള് മുഴി പട്ടിണിയിലായിരിക്കൂ? അമ്മേ, കനിമൊഴി 4 ചുവരുകൾക്കുള്ളിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാരുണ്യവാനായ രാജാവ് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു ലോഭവും കാണിക്കില്ല. അമ്മ വിഷമിക്കാതെ. വസുമതി, ഞങ്ങൾ എല്ലാരും ക്ഷേത്രത്തിലേക്ക് പോവല്ലേ? വസുമതിക്കും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നൂടെ? ഇല്ല മീനാക്ഷി, പൂങ്കൊടി കൊച്ചുകുട്ടിയായതുകൊണ്ടാ രാജാവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചത്. ഹീനജാതിക്കാരി മുതിർന്നവളാകുമ്പോ അയിത്തത്തിന് മുറ്റുണ്ടാവുമല്ലോ. ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പുതിയൊരു പ്രശ്നം കൂടി ഉണ്ടാക്കണ്ട. കനിമൊഴി മോചിതയാകണേന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ ചെല്ലേ. അല്ല, പൂങ്കുടിയുടെ അവള് പുറത്ത് വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ഭഗവാനെ, തൃക്കടയൂരപ്പ, ക്ഷേത്രത്തിൽ നിന്നും കാണാതായ രത്നഹാരം ആരാണ് മോഷ്ടിച്ചതെന്ന നിജസ്ഥിതി അറിയുവാനുള്ള ഇതുവരെ നടന്ന സത്യം ചെയ്യൽ ചടങ്ങുകളിൽ നിന്നും അന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ ഭക്തന്മാരാരുമല്ല മോഷ്ടാക്കളെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ കനിമൊഴി എന്ന പെൺകുട്ടിയുടെ ഭാണ്ഡക്കെട്ടിൽ നിന്നാണ് ഭടന്മാർ രത്നഹാരം കണ്ടെടുത്തത്. പക്ഷേ രത്നഹാരം മോഷ്ടിച്ചിട്ടില്ല എന്ന് കനിമൊഴി ശക്തമായി നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് കനിമൊഴിയും സത്യം ചെയ്യണം. ആരവിടെ? അടിയൻ. കനിമൊഴിയെ കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ.
മോളെ അമ്മേ അരുതമ്മേ. എന്റെ കുട്ടി. കനിമൊഴി എന്ന ഈ പ്രജയുടെ വാക്കിനെ മാനിച്ച് നാം ഈ സഭയിൽ സത്യപരീക്ഷണം നടത്തി. പക്ഷേ ആരും മോഷണക്കാരായി തെളിഞ്ഞില്ല. രത്നഹാരത്തിന്റെ മോഷണത്തിന്റെ തെളിവെടുപ്പിനായി കനിമൊഴി ഈ കർപ്പൂര ദീപത്തിൽ കൈവച്ച് സത്യം ചെയ്യണം.